നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. അതിൻ്റെ പേര് ഡിസർവ്നെസ് മെത്തേഡ് എന്നാണ്. എന്താണ് ഡിസർവ്നെസ് മെത്തേഡ്? നമ്മുടെ ഗോളുകൾ നേടാൻ നമ്മൾ അർഹരാണ് എന്ന ഉറച്ച വിശ്വാസം നേടിയെടുക്കുന്നതിനുള്ള പ്രാക്ടീസാണിത്. ഗോൾ സെറ്റ് ചെയ്യുമ്പോഴോ വിഷൻ ബോർഡ് തയ്യാറാക്കുമ്പോഴോ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ ഞാൻ അതിന് യോഗ്യനല്ല, എനിക്കതിന് അർഹതയില്ല എന്ന് ഒരിക്കൽ പോലും നിങ്ങൾക്ക് തോന്നരുത്. കാരണം നിങ്ങൾക്ക് യോഗ്യതയില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഒരു കാര്യം നിങ്ങളെ തേടി വരില്ല. ഗോൾ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുന്നതിൽ നിന്ന് പലരെയും തടയുന്ന ഒരു പ്രധാന കാര്യമാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നാം വളർന്നു വന്ന സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള മനോഭാവം പലപ്പോഴും നമ്മിൽ സൃഷ്ടിക്കുന്നത്. അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് കുട്ടിക്കാലത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാകാം. പിന്നീട് സ്കൂളിൽ അധ്യാപകർ നിന്നെക്കൊണ്ട് അതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതൊന്നും നമുക്ക് പറ്റിയതല്ലെന്ന് പറഞ്ഞ് കൂട്ടുകാർ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു ഗോൾ സെറ്റ് ചെയ്ത് സ്വപ്നം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് ബ്ലോക്കുകൾ ഉണ്ടാകാറുണ്ട്. ഇത് മാറ്റിയെടുക്കാനായി നാം ഇന്നു മുതൽ ഡിസർവ്നെസ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാം. ഇന്നു മുതൽ നാം പറയുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ഉദാഹരണത്തിന്, ഐ നീഡ് എ കാർ, എനിക്കൊരു കാർ ആവശ്യമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഐ നീഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഡിസർവ്നെസ്, യോഗ്യത കുറവാണ് കാണിക്കുന്നത്. ഇനി മുതൽ എന്ത് കാര്യം ആഗ്രഹിക്കുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും ഐ ഡിസേർവ് ഇറ്റ്, ഞാൻ അതിന് അർഹനാണ് എന്ന ഫീലിംഗിൽ ആയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു കാർ സ്വന്തമാക്കുകയാണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള കാർ എപ്പോഴൊക്കെ കാണുന്നുവോ അപ്പോഴൊക്കെ പറയേണ്ടത് അതെ 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 അതെ, ഞാൻ അതിന് യോഗ്യനാണ്, യെസ് യെസ് യെസ്, ഐ ഡിസേർവ് ഇറ്റ് എന്നായിരിക്കണം. ഏത് ഗോളുകളുടെ കാര്യത്തിലും ഇതേ രീതി തന്നെ ഉപയോഗിക്കുക. അതിന് പകരം നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള ഒരു വീട് കാണുമ്പോൾ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന നിരാശയുടെ മനോഭാവത്തിലായിരിക്കരുത്. അപ്പോഴൊക്കെ മുഷ്ടി ചുരുട്ടി പിടിച്ച് ഫീൽ ചെയ്ത് നിങ്ങൾക്കിത് പറയാൻ കഴിയണം. ഓരോ തവണ ഇത് പറയുമ്പോഴും ഞാൻ ഈ ഗോൾ നേടാൻ യോഗ്യനാണ്, എനിക്കതിന് അർഹതയുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞുറപ്പിക്കുകയാണ് വേണ്ടത്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇനി നമുക്ക് ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ നോട്ട്ബുക്ക് എടുത്ത് നീലമഷി കൊണ്ട് ഐ ഡിസേർവ് ടു അച്ചീവ് ഓൾ മൈ ഗോൾസ് ആൻഡ് ഡിസയേഴ്സ്, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടാൻ എനിക്ക് അർഹതയുണ്ട് എന്ന് 10 തവണ എഴുതുക. അതിനുശേഷം നമ്മുടെ ഗോൾ കാർഡ് എടുത്ത് അതിൽ എഴുതിയിരിക്കുന്ന ഓരോ ഗോളും ആ ഗോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായും അത് നേടിക്കഴിഞ്ഞുള്ള നിങ്ങളുടെ ജീവിതവും നന്നായി ഫീൽ ചെയ്ത് മനസ്സിൽ വായിക്കുക. വായിച്ചതിന് ശേഷം കണ്ണടച്ച് പുഞ്ചിരിയോടെ യെസ് യെസ് യെസ്, ഐ ഡിസേർവ് ഇറ്റ് എന്ന് മനസ്സിൽ പറയുക. ഇനി രണ്ടാമത്തെ ഗോൾ എടുത്ത് വായിച്ച് നേരത്തെ ചെയ്തത് ആവർത്തിക്കുക. നിങ്ങളുടെ ഓരോ ഗോളുകളുടെ കാര്യത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായി വിഷൻ ബോർഡ് എടുത്ത് അതിലെ ഓരോ ഇമേജും എടുത്ത് അതിൽ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് യെസ് യെസ് യെസ്, ഐ ഡിസേർവ് ഇറ്റ് എന്ന് പറയുക. എത്രത്തോളം ആത്മാർത്ഥതയോടെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം വേഗത്തിലായിരിക്കും ഇതിന്റെ റിസൾട്ട്. തുടക്കത്തിൽ നിങ്ങൾക്കിത് ചെയ്യാൻ മടി തോന്നാം, എന്നാൽ വളരെ വേഗത്തിൽ ഫലം കിട്ടുന്ന ഒരു പ്രാക്ടീസ് ആണിത്.